ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിന്മയുടെ ഇരുൾ മൂടിയ ഈ ലോകത്ത് നന്മയുടെ പൊൻതിരി വെട്ടമാക്കാൻ ശ്രമിക്കുന്ന പലരെയും നാം കണ്ടുമുട്ടാറുണ്ട്. ആ കണ്ടുമുട്ടലുകൾ പ്രചോദനങ്ങളാണ്, നന്മ ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, നന്മ ചെയ്യുന്ന ഓരോ വ്യക്തിയും അത് തൻ്റെ കടമയാണ് എന്ന് കരുതി ചെയ്യുന്നവരാണ്. അത് വാർത്തയാക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ വാർത്തകളിൽ ഇടം പിടിക്കാറുമില്ല. ഇതൊരു യാത്രയാണ്. പ്രസവവേദനയുള്ള മാതാവിനെയും കഴുതപ്പുറത്ത് കയറ്റി സത്രം അന്വേഷിച്ചു നടന്ന യൗസേപ്പ് പിതാവിനോട് കൂടെയുള്ള ഒരു യാത്ര. സത്രത്തിൽ ഇടം ലഭിക്കാതെ പുൽക്കൂട്ടിൽ പ്രസവിക്കേണ്ടി വന്ന മാതാവിനോട് കൂടെയുള്ള ഒരു യാത്ര. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദൈവ തിരുവചനം മനസ്സിൽ കൊണ്ടു നടക്കുന്ന റെജി എന്ന സഹോദരനെ നമുക്ക് ഈ യാത്രയിൽ പരിചയപ്പെടാം. വീടില്ലാതെ കിടന്ന 25ഓളം കുടുംബങ്ങൾക്കാണ് റെജിയുടെ സമർപ്പണം വഴി വീട് ലഭിച്ചത്. ഈ പ്രവർത്തനങ്ങളിലേക്ക് റെജിയെ നയിച്ചത് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ്. ഇതാണ് റെജി. റെജിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. റെജി ചേട്ടാ, അങ്ങേ പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റെജി തോപ്പിലത്തെ. ഞാൻ ടാക്സി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത്, മകൻ്റെ പേര് മനു. മനു ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? +2 പഠിക്കുന്നു. ഇവിടെ ഏത് സ്കൂളിലാണ്? ദേവസ്വം ബോർഡ് സ്കൂളിൽ, ചെറിയനാട്. അങ്ങയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശദീകരിച്ചൊന്ന് പറയാം. പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, വിദ്യാഭ്യാസ സഹായം, കുട്ടികൾക്ക് കിറ്റ്, രോഗികളായിട്ടുള്ളവർക്ക് ചികിത്സാ സഹായം, വിവാഹ സഹായം. എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്? 25 വീട്. അത് ഏത് ഭാഗത്തൊക്കെയാണ്? അത് ചെങ്ങന്നൂര്, ചെറിയനാട് പഞ്ചായത്ത്, കോട്ടയത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, പള്ളിപ്പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്തൊന്നും ഇല്ല. അർഹതയുള്ളവരെ കണ്ടാൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വെച്ച് കൊടുക്കും. പൊതുജനങ്ങൾ പങ്കാളിത്തത്തോടെ നമ്മൾ ആൾക്കാരെ സമീപിക്കുക, അവരെല്ലാം ഉദാരമായിട്ട് പൈസ തരികയും സാധന സാമഗ്രികൾ തരികയും ഒക്കെ ചെയ്യും. ചികിത്സാ സഹായം എന്നുള്ളത് കൊണ്ട് എന്താണ്? ചികിത്സ വൃക്ക പോയവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സൗമ്യ എന്ന് പറയുന്ന ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ വൃക്ക പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അച്ഛനെ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിയായതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ഇത് തന്നിട്ട് ആലോചന തന്നതുകൊണ്ട് കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തു. ഇതാണ് സൗമ്യയുടെ ഭവനം. സൗമ്യ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വൃക്ക 2 ഫെയിലായിപ്പോയത്. ജോൺസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ മൂലമാണ് ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇടയായത്. ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. 4 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവർക്ക്. അച്ഛനൊരു കൂലി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവരുടെ സാമ്പത്തിക വിഷമം കണ്ടുകൊണ്ടാണ് സൗമ്യയുടെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അത് ഇടപെടുവാനായിട്ട് ഇടയായത്. ഇവർക്ക് മാറ്റിവെക്കുന്നതിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ നെഫ്രോയുടെ തലവനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അതിനുവേണ്ടി തയ്യാറായത്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സാമ്പത്തികം കണ്ടുപിടിക്കണമെന്ന് ഇവരോട് പറയുകയൊക്കെ ചെയ്തു. അവർ നമ്മളെ അറിയിച്ചതനുസരിച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം തമ്പുരാൻ ഒരു അറിവ് തന്നത് കുട്ടികളെയൊക്കെ സമീപിക്കാനാണ്, സ്കൂളിലെയൊക്കെ. അങ്ങനെ സൗമ്യ പഠിച്ച സ്കൂളിലെ HMൻ്റെ ലെറ്ററും ഇവരുടെ ഒരു കത്തും പിന്നെ ഇവരുടെ ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റുമായിട്ട്
12ഓളം സ്കൂളുകളെ ഞാൻ സമീപിച്ചു. അവരുടെ സ്വാമിയുടെ അച്ഛനുമായിട്ട് എല്ലാവരും ഉദാരപരമായിട്ട് സംഭാവന ചെയ്തു. അങ്ങനെ സ്കൂളുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആത്മീയ സംഘടനയിൽ നിന്നും 6,20,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി. അത് ബഹുമാനപ്പെട്ട മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത ബഹുമാനപ്പെട്ട ക്രിസ്റ്റോസം ബിഷപ്പിനെ തിരുമേനിയും കൊണ്ടാണ് സഭയ്ക്ക് ആ എമൗണ്ട് കൈമാറിയത്. സ്കൂളിനെയൊക്കെ പ്രതിനിധീകരിച്ച് എല്ലാം കൂടെ ഏകദേശം ഒരു 300 ആൾക്കാരോളം ആ ഫംഗ്ഷനിൽ ചേർന്നു. ചങ്ങനാശ്ശേരിയിലെ സ്വദേശിയായ പാറാലിലെ ലാലിച്ചൻ എന്ന് പറഞ്ഞ ജോസഫ് മാത്യു എന്ന് പറയുന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വൃക്കയാണ് സൗമ്യയ്ക്ക് കൊടുത്തത്. ജോസഫ് മാത്യു ഇപ്പോഴും ജീവിക്കുന്നു സൗമ്യയിൽ കൂടെ. സൗമ്യ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കുന്നതിനായിട്ട് മാവേലിക്കര ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥന. രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു യാക്കോബ് 5:15. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യഹോവയാണ്. പുറപ്പാട് 15:26. കഷ്ടതയിൽ കർത്താവിനോട് ഹൃദയം പൊട്ടി നിലവിളിച്ചു, അവിടുന്ന് അവരെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനം. വിവാഹ സഹായം എന്നുള്ളതുകൊണ്ട് എന്താണ്? ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികൾ, പാവപ്പെട്ടവർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതായിട്ടുള്ള അറിയാം. അവർ വന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സാമ്പത്തികവും കല്യാണ വിവാഹത്തിനുള്ള ഡ്രസ്സും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് വരാനായിട്ട് റിച്ചേട്ടന് എന്താണ് ഒരു പ്രചോദനമായത്? ഏതെങ്കിലും സംഭവമാണോ അതോ ഏതെങ്കിലും വ്യക്തികളാണോ ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കേൾവിയിൽ നിന്നാണ്. കേൾവി യേശുക്രിസ്തുവിനെ പറ്റി. റോമ 10:17. 1995 മുരിങ്ങൂർ ഡിവൈൻ ധ്യാനത്തിലെ സുവിശേഷ പ്രഘോഷകനായ ബഹുമാനപ്പെട്ട മാത്യു നായിക്കും പ്രബലച്ചൻ്റെ നേതൃത്വത്തിൽ റാന്നിയിലൊരു കൺവെൻഷൻ നടന്നായിരുന്നു. ദൈവകൃപയാൽ ഞാൻ അതിൽ സംബന്ധിക്കാനായിട്ട് ഇടയായി. അതിൽ ഒരു ദിവസം മൊത്തം അച്ഛന് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ പറ്റിയാണ് ക്ലാസ് എടുത്തത്. അന്ന് അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ പലരും കൂടി അടുത്തുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് വീട് ഓല മേഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതെല്ലാം എൻ്റെ മനസ്സിൽ പതിയുകയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 3 വർഷം കട്ടളനേരം പോലെ കെട്ടിയിട്ടിരുന്നൊരു വീട് ഓട് മേഞ്ഞു കൊടുക്കാനായിട്ട് പൊതുജനങ്ങളിൽ നിന്നെല്ലാം പൈസ കളക്ട് ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും സഹായിക്കുകയും ദൈവത്തിൻ്റെ കരുണയും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊണ്ടിരുന്നോടനെയാണ് വീണ്ടും ഓരോരുത്തർ വന്ന് പറയുന്നു, നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. ദൈവം സ്വർഗം തുറന്ന് ആവശ്യമുള്ളതെല്ലാം. ബൈബിളൊരു വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നതിൽ കൂടെ എല്ലാം ചെയ്യാനായിട്ട് കഴിയും. ഫിലിപ്പിയർ 4:13. തൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഫിലിപ്പിയർ 4:19. പാവപ്പെട്ടവരെ സഹായിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ എളിവരിൽ ഒരുവൻ ചെയ്ത് എനിക്ക് തന്നെയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 25:40. എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസങ്ങളിൽ യഹോവ അവനെ വിടുവിക്കും. ദരിദ്രരോട് ദയ കാണിക്കുന്നവനാണ് കർത്താവിന് കടം കൊടുക്കുന്നത്, അവിടുന്ന് അത് വീട്ടും. സുഭാഷിതം 19:17. റൈച്ചാനെ വളരെ കുറച്ച് നാളത്തെ പരിചയം എനിക്കുള്ളൂ. ചെങ്ങന്നൂർ മേരിമാതാ സീറോ മലബാർ ഇടവകയിൽ വികാരിയായി വന്നതിന് ശേഷമാണ് റൈച്ചാനുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനായിട്ടിടയായത്. പണമുണ്ടെങ്കിൽ, സ്ഥാനമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കുമെന്ന് പലരും പറയാറുണ്ട്. ഇതൊന്നുമില്ലാതെ വെറും ഒരു ടാക്സി ഡ്രൈവറായ റൈച്ചാന് അനേകായിരങ്ങൾക്ക് നന്മ പകരുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ വലിയ മനസ്സിൻ്റെ മഹത്വം തന്നെയാണ്. ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോൾ സ്വന്തമായി ടാക്സി പോലും അദ്ദേഹത്തിനില്ല. മറ്റു പലരുടെയും വാഹനം ഓടിച്ചാണ് അദ്ദേഹം ഉപജീവനം നടത്തുക. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 25 വീടുകളോടും പലരുടെയും സഹായത്തോടുകൂടി നിർമ്മിച്ചു നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, രോഗം മൂലം വലയുന്ന അനേകർക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ, അതിനുപരി മാനസികമായിട്ടുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിനിടയായി. ഈ വലിയ മനുഷ്യസ്നേഹി ഞങ്ങളുടെ ഇടവക സമൂഹത്തിലെ ഒരംഗമാണ് എന്നതിൽ ഞങ്ങൾക്കൊക്കെയും ചാരിതാർത്ഥ്യജനകമാണ്. ചെങ്ങന്നൂർക്കര ഹൈന്ദവ സഹോദരങ്ങളും മർത്തോമ യാക്കോബായ സഭാവിഭാഗങ്ങളും ധാരാളമായി ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും കത്തോലിക്കർ ഇപ്രകാരം ഉള്ള ശുശ്രൂഷ രംഗങ്ങളിലായിരിക്കുന്നത് തീർച്ചയായും വലിയ ക്രൈസ്തവ സാക്ഷ്യം തന്നെയാണ്. നായിക്കപ്പറമ്പിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയതാണല്ലോ റിച്ചേട്ടൻ ഇതൊരു പ്രചോദനമായി മാറിയത്. വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ വീണ്ടും കാണാനിടയായോ? കാണാനിടയായി. ഞാൻ ഡിവൈൻ ധ്യാനത്തിൽ പോകുമ്പോഴെല്ലാം കാണുകയും സുവിശേഷം കേൾക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. പക്ഷേ അടുത്ത 6 മാസത്തിന് മുമ്പായിട്ട് കോട്ടയം ആശ്രമത്തിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും ഇടയായി. അപ്പോൾ ഞാൻ അച്ഛൻ്റെ സുവിശേഷ പ്രസംഗം ഇന്ന വർഷം കേട്ടത് തൊട്ട് ഞാൻ ഇന്ന പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അച്ഛനെ ധരിപ്പിച്ചായിരുന്നു.
അച്ഛൻ ചോദിച്ചു ഇപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടുതൽ കൃപയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യമായി വീട് വെച്ച് കൊടുക്കാനായിട്ട് ചേട്ടൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ അന്ന് ചേട്ടൻ എന്തെങ്കിലും തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ ഇട വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കൂടുതൽ സപ്പോർട്ടായി അന്ന് ഉണ്ടായിട്ടുള്ളൂ. അന്ന് നമ്മളിത് ഓരോരുത്തർ ചെയ്യുന്ന ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൂർത്തിയാക്കി കഴിഞ്ഞ് അതിൻ്റെ കണക്കെല്ലാം എഴുതി എല്ലാവർക്കും തന്നവർക്കെല്ലാം അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇത് നന്നായിരിക്കുന്നു, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. ചേട്ടനിലുള്ളൊരു വിശ്വാസ്യതയുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ശ്രീ റെജി തോമ്പലത്തിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മാതൃകാപരമായി പൊതുപ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. തിരക്കുള്ള ഈ ജീവിതകാലത്ത് സാമ്പത്തിക ഭദ്രതയുള്ള ധാരാളമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് സഹായം അർഹിക്കുന്നവരെ കണ്ടുപിടിച്ച് തികച്ചും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന റെജി തോമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ഇതിനകം 25ഓളം ഏറ്റവും പാവപ്പെട്ടവരായ അർഹരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ, സൗമ്യയെ പോലെയുള്ള കുട്ടികൾക്ക് നല്ല ഭാവി കൊടുക്കുവാൻ, അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ സാക്ഷിയായി ഈ സമൂഹത്തിൽ അദ്ദേഹം നിലനിൽക്കുന്നു. റെജി സമൂഹത്തിന് മാതൃകയാണ്. അനേകർക്ക് പ്രചോദനകരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അദ്ദേഹം ഇന്ന് ഈ പ്രദേശത്തിൻ്റെ ഒരാവേശമായി മാതൃകയായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്ന് തുടങ്ങിയതാണ്? ഒരു മുഖാന്തരം ദൈവം ഒരുക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലോട്ട് 5 വർഷം വരെ കട്ടളനിരപ്പ് വരെ കെട്ടിയിട്ടിട്ട് പൂർത്തിയാക്കാൻ പറ്റാതെ ഓമനയെന്നും പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് മാറിയുണ്ട്. അപ്പോൾ ഈ കാലത്തെ കാല് മുറിച്ചതാണ്. കല്യാണം കഴിച്ചതല്ല, അപ്പനും അമ്മയില്ല, ആങ്ങളെയുള്ളൂ, പ്രാപ്തനല്ല. അവരെ മറ്റുള്ളവരെല്ലാം അവഗണിച്ച് അങ്ങനെ കിടന്നു. ഞാനത് കാണാനിടയായി. അപ്പോൾ അത് പൂർത്തിയാക്കി പാല് കാച്ചെല്ലാം കഴിഞ്ഞ് താക്കോൽ കൊടുക്കുന്ന അച്ഛനും എല്ലാം കൂടെ വന്ന് പാല് കാച്ചി കഴിഞ്ഞപ്പോൾ കൂടെ നിന്നവർ സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു ഓമന ഇനി ഉച്ചക്കത്തേക്കുള്ള അരി ഇട്ടോളാൻ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു അരി വാങ്ങിച്ചില്ലെന്ന്. അപ്പോൾ നിന്നവർക്കെല്ലാം അതൊരു ഭയങ്കര ഒരു വേദന ഉണ്ടായി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലൊക്കെ ഓർക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശാലോം ടി വിയിൽ കുഞ്ഞേട്ടനെന്നും പറഞ്ഞ് ഒരു സഹോദരൻ പ്രസംഗിക്കുന്നതായിട്ട് കണ്ടു, ഇങ്ങനെ ഒരു ഇതായിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കത്തോലിക്ക സഭയിലെ മിഷൻ ലീഗ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത് അൽഫോൻസാമിയും കുഞ്ഞേട്ടനും വേറെ 5 പേരും കൂടെ കൂടിയാണെന്ന് പറഞ്ഞു. അന്ന് കുട്ടികളുടെ ഇടയിലാണ് ഈ പ്രവർത്തനം തുടങ്ങിയെന്നും കുട്ടികളോട് പറയാമെന്നും ഓരോ തീപ്പെട്ടി അരി കൊണ്ടുവരണമെന്നും ഒരു തീപ്പെട്ടിക്ക് അത് 262 അരി കാണുമെന്നും 14 തീപ്പെട്ടി അരി ഉണ്ടെങ്കിൽ 4 അരി കാണുമെന്നും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇതായിട്ട് നിന്നു. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിനൊക്കെയുള്ള ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഈ ആറാട്ടുപുഴയുള്ള പാപ്പച്ചി എന്നും പറഞ്ഞൊരു സഹോദരനെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞ് പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കും ഇങ്ങനെ കിറ്റുമൊക്കെ കൊടുക്കാമെന്നൊക്കെ ഇങ്ങോട്ട് പറയും. അപ്പോൾ അത് 5 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇത് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികം എല്ലാം മുടക്കുന്നത്. ഞങ്ങൾ ഞാനിതെല്ലാം കിറ്റെല്ലാം വാങ്ങിക്കും, മേടിച്ച് എല്ലാ മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച പള്ളി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ ഭവനങ്ങളിലെല്ലാം അദ്ദേഹം കൂടെ കൂടി കൊണ്ടെത്തിക്കും. 6 മാസം കഴിഞ്ഞപ്പോൾ ചികിത്സയ്ക്കുള്ള പൈസയും കൊടുക്കും. 6 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു ഞാൻ തന്നെ ഇങ്ങനെ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ 2 കൂടെ പോകുന്നത്, ഞാൻ തന്നെ നേരിട്ട് കൊടുക്കുന്നുണ്ട്, എനിക്കൊരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ 1 മാസം പോലും മുടങ്ങിയിട്ടില്ല, ഇങ്ങനെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായ ഒരു പ്രേരണ എന്താണെന്ന് നമുക്ക് അച്ചാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള പ്രേരണ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയിക്കാം. ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ റെജിയെ ആയിട്ട് പരിചയപ്പെടാനും സഹകരിക്കാനും ഇതിനെപ്പറ്റി ഒരു ആലോചന നടത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് റെജി പറഞ്ഞിങ്ങനെ കുറേ ക്യാൻസർ രോഗികൾ, എഴുന്നേക്കാൻ മേലാത്തവർ, മറ്റ് ആൾക്കാർ സഹായിക്കാനില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് റെജി അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെ വീടുകളിൽ പോയി കാണുകയും
അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതിന് അർഹരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഓരോ മാസത്തിൽ തുടങ്ങി അത് വീടുകളുടെ എണ്ണം കൂടി വന്നു. എത്ര വീടുകൾ വന്നാലും അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദൈവം അതിനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തന്നു. നമുക്കില്ലാതെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ എന്തായാലും പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെയല്ല മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു മനസ്സിലെ ആ ഒരു വിചാരമാണ് ദൈവത്തിൽ കൂടെ നിറവേറ്റാൻ പറ്റുന്നത്. എല്ലാത്തിനും കാണിച്ചു തന്ന ഒരു ദൈവം പ്രവർത്തിച്ചു, അത് റെജിയിലൂടെ ആണെന്ന് മാത്രം. ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ റിച്ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വലിയൊരു സംഭവം എന്താ? മകന് ബോംബെ ജോലിയാണ്. അപ്പനും അമ്മയും പപ്പായും മമ്മിയും കൂടെ ബോംബെക്ക് ചെല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം മോന് ടിക്കറ്റിന് പ്ലെയിനെ വരുന്നതിന് ടിക്കറ്റിൻ്റെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ അടുത്തുള്ള ഒരാൾക്ക് വളരെ കാലമായിട്ട് ഇങ്ങനെ വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് വീട് ശരിയാക്കി കൊടുത്തിട്ട് ഉള്ളിയാളി ക്രിസ്മസ് ഒരുക്കുന്നതായിരുന്നു. ഇത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാനിത് പൈസ ചോദിക്കാൻ ചെന്നതല്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ എന്നോട് ചോദിച്ചു ഇനി അടുത്ത എന്തോ പരിപാടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളിങ്ങനെ കിടക്കുന്നു, അദ്ദേഹത്തിന് വീട് ശരിയാക്കി കൊടുത്തേണ്ടി ക്രിസ്മസ് ഒരുങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു, ആഘോഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയോട് ചോദിച്ചു എത്ര രൂപ വേണമെന്ന്. അന്നത്തെ കാലത്ത് അതിൻ്റെ തേച്ച് അതിൻ്റെ ഓടെല്ലാം മാറ്റി വെച്ച് ഷീറ്റിട്ടൊക്കെ കൊടുക്കുന്നതിന് 15,000 രൂപ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ 3,000 രൂപ കിട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പൈസ ഞാൻ തരാം, ഇനി ആരോടും ചോദിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയ്ക്ക് വന്നതല്ല, അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ പ്ലെയിൻ ടിക്കറ്റിൻ്റെ പൈസ ആ പുള്ളി എൻ്റെ തന്നിട്ട് അവർ ട്രെയിനിൽ പോയി ബോംബെക്ക്. അങ്ങനെ ഒരു വലിയൊരു സംഭവമുണ്ട്. വേറെ ഒരുപാടുണ്ട് മറക്കാനാവാത്തത്. അങ്ങനെയൊക്കെ. അപ്പോൾ റിച്ചേട്ടന് ഈ ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തുന്നത് അവരിങ്ങോട്ട് വരികയാണോ അതോ റിച്ചേട്ടനെ അങ്ങനെ പോയി ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണോ? അതെന്താ, എങ്ങനെയാണ് ഒന്ന് രണ്ട് വീട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോയപ്പോൾ റോഡ് സൈഡിൽ കണ്ട് ഞാൻ ചെന്നിട്ടുണ്ടോ ഉണ്ട്. പിന്നെ ആൾക്കാർ പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്നോട് വന്ന് പറയാം. ആൾക്കാരൊക്കെ അറിയും, അടുത്തുള്ളവരൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ അർഹതയുണ്ടെന്ന് തോന്നുന്നു, അത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആകുമ്പോൾ ഞാനത് പോയി കാണും. കണ്ടു കഴിഞ്ഞിട്ട് അർഹതയുണ്ടെന്ന് ഒരു പ്രാർത്ഥനാ വിഷയമാക്കും. അത് പ്രാർത്ഥനാ വിഷയമാക്കും. ആലോചിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ദൈവം ഒരുപാട് വചനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. അങ്ങനെ വരുന്ന ഉടനെ പോകണമെന്നൊരു പ്രേരണ തോന്നിയാൽ പോയി കാണും. കണ്ടു കഴിഞ്ഞാൽ അവരോട് അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ ചിലപ്പോൾ ദൈവം വചനമൊക്കെ ഓർമ്മിപ്പിക്കും. അന്നേരം തന്നെ അവിടെ വെച്ച് തന്നെ ഓർമ്മിപ്പിക്കും. ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാവമാണ്. യാക്കോബ് 4:17. അനാഥരെയും വിധവമാരെ അവിടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതാണ് യഥാർത്ഥമായ ഭക്തി. യാക്കോബ് 1:27. അങ്ങനെ വചനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. അപ്പം നമ്മൾ അതിനു വേണ്ടി കൊടുക്കാനുള്ള ഇതായിട്ടങ്ങ് തീരുമാനിക്കും. ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ പോയി കണ്ടപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ച ഒരു ബൈബിളിലെ ഒരു ഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. വിധവയുടെ എണ്ണയെന്നും പറഞ്ഞതിൽ എണ്ണി. അതൊക്കെ നമ്മളെ ഓർമ്മിച്ച് വായിച്ച് നോക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കും. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല. സത്യമായി നിങ്ങളോട് പറയും, ദൈവത്തിന് ജാതി മതമില്ല. ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആര് നീതി ന്യായം ചെയ്യുന്ന അവനെ ആ ദൈവത്തിന് പ്രീതിയാൽ. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 34-35 ദൈവം. ഇതിപ്പോൾ 700 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആര് കഷ്ടപ്പെടുന്നു അവരുടെ മുമ്പിൽ. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നത്. ഈ കാണുന്ന ഭവനം ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിർമ്മിച്ചു നൽകിയ ഭവനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം ഇടപെട്ട ചരിത്രമുള്ളൊരു ഭവനമാണിത്. കർത്താവ് ഭവനം പണിയതിലെ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. 127-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഇത് പുറമ്പോക്കിൽ ആണ് ഈ ഭവനം ഉണ്ടായിരുന്നത്. 48 വർഷമായിട്ട് അമ്മച്ചിയും മകനും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ ദയനീയാവസ്ഥയിലുള്ളൊരു കുടിലായിരുന്നു. ഞാൻ ബസ്സിൽ ഇതിലുവഴി പോയപ്പോൾ കണ്ടതാണ്. ഞാൻ അവിടെ ചെന്ന് സന്ദർശിക്കുകയും അവരുടെ സങ്കടാവസ്ഥ എന്നോട് പറയുകയൊക്കെ ചെയ്തു. സുധീഷിനെ കാണുകയും സുധീഷ് കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് മെമ്പറെ കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഞാനത് പണിയുന്നതിനായിട്ട് തുടങ്ങിയപ്പോൾ അർച്ചനാ സിൽക്കിൽ സുധീഷ് പറഞ്ഞു അതിന് വേണ്ടുന്ന എമൗണ്ട് മൊത്തം ഞാൻ വഹിച്ചോളാമെന്ന്. ആ സഹോദരനാണ് അതിൻ്റെ മൊത്തം പൈസയും അതിനുവേണ്ടിയുള്ളത് മുടക്കിയത്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപാട് നൂലുമാലകളുണ്ടായിരുന്നു. അവരെ എല്ലാം സമീപിച്ച് വളരെ ഉദാരപരമായിട്ട് അതിനുവേണ്ടി എല്ലാവരും സഹകരിച്ചു. ആ അമ്മച്ചി ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പായിട്ട് പറയുമായിരുന്നു, ഈശോയുടെ ആൾക്കാർ വെച്ച് തന്ന ഭവനത്തിൽ കിടന്നേ ഞാൻ മരിക്കത്തുള്ളൂ എന്ന്. മക്കളൊക്കെ വിളിച്ചിട്ട് അവരുടെ അടുത്തൊന്നും പോകാതെ അവിടെ തന്നെ കിടന്ന് ആ അമ്മച്ചി നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു. ഞാൻ റൈച്ചാനെ ആദ്യമായി കാണുന്നത് 2001 ചെങ്ങന്നൂർ മേരിമാത ഇടവക സ്ഥാപിതമായതിനു ശേഷമാണ്. ഒരു ടാക്സി ഡ്രൈവറായ റൈച്ചാനെ അടുത്ത്
പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് അറിയുവാൻ സാധിച്ചത്. നിർധരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സഹായവും വിവാഹ സഹായവും രോഗികൾക്ക് ചികിത്സാ സഹായവും വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുകയും ചെയ്തു വരുന്നു. തുച്ഛമായ ഡ്രൈവർ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും പണം സ്വരൂപിച്ചാണ് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നത്. അദ്ദേഹത്തോടൊപ്പം എനിക്കും ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഈ ചെറിയ നാട് റെയ്ചേട്ടൻ്റെ വലിയ മനസ്സിന് മുമ്പിൽ ഒരു വലിയ നാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? പാവപ്പെട്ട കുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നൊരു കൂടുതൽ പേർക്ക് വിവാഹ സഹായം കൊടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ മനസ്സിലിരിക്കുന്ന അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലുകടയിലുള്ള കടാലി ലത്തീഫ് എന്നും പറഞ്ഞൊരു സഹോദരനാണ്. ആ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ സഹോദരൻ്റെ കാൽ രണ്ടും മുറിച്ചതാണ്. അമ്മയുണ്ട് 75 വയസ്സുണ്ട്, ഭാര്യ 48 വയസ്സ്, ഇദ്ദേഹത്തിന് 50 വയസ്സ്, മകൻ 20 വയസ്സുണ്ട്, മനോദർ വലിയുള്ള, മോള് 14 വയസ്സുള്ളൊരു കുഞ്ഞ് പഠിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല, വേറൊരാളുടെ സഹോദരിയുടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കിറ്റ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്കൂളിൽ ഒരു സെൻറ്റ് ജോസഫ് സ്കൂളിൽ പറഞ്ഞ് ഒരു പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 1-ാം തീയതിക്ക് ശേഷം ആ ഭവനത്തിൽ പൈസ എത്തിക്കും. ചേട്ടൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരുപാട് വചനങ്ങൾ ചേട്ടൻ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ വചനത്തോടുള്ള ഒരു പ്രതിപത്തിയും വചനത്തോടുള്ള ഒരു ആഭിമുഖ്യമൊക്കെ തുടങ്ങിയത്? ഞാൻ 93 മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത്. അപ്പം ഞാൻ അവിടെ ധ്യാനം കൂടും ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരാഴ്ച വീതം ധ്യാനം കൂടും. വചനോത്സവത്തിലെ ധ്യാനത്തിന് പോകും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വിൽസൺഷൻ സഭയിലെ ഡിവൈനിലെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ വചനങ്ങളൊക്കെ കാണാതെ പറഞ്ഞിങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ദൈവമേ മലയാളമാണല്ലോ പറയുന്നത്, എനിക്കും കൂടി ഇങ്ങനെ പറയാനൊരു കൃപ തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ സ്തുതിപ്പൊക്കെ ഉള്ള സമയത്ത് ഞാൻ ആഗ്രഹം വെച്ചുകൊണ്ട് ഞാനും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇവിടുത്തെ വൈദികർ ആത്മീയരായിട്ടുള്ള ആൾക്കാരുമൊക്കെ നമ്മളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എനിക്കങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചത് എനിക്കിങ്ങനെ പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ബൈബിളിൽ വാക്കുണ്ട്, വില കെട്ടത് സംസാരിക്കാതെ സൽവചനങ്ങൾ മാത്രം നീ സംസാരിക്കുകയാണെങ്കിൽ നീ എൻ്റെ നാവ്. ജെറമ്യാ 15:19. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. ആദ്യം മുതലേ ഉണ്ടായിരുന്നതും കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും ജീവന്റെ വചനത്തെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനം. വീട് വെച്ചു കൊടുക്കുന്നത് സ്വന്തമായി സ്ഥലമുള്ളവർക്കാണോ? സ്വന്തമായിട്ട് സ്ഥലമുള്ളവരുണ്ട്, പുറമ്പോക്കി കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ പുറമ്പോക്കി താമസിക്കുമ്പോൾ അതിന് നിയമപരമായ നൂലാമാലകളൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ നമ്മൾ പോയി സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ. നമ്മൾ വില്ലേജ് ഓഫീസ് തൊട്ട് അത് ഏറ്റവും പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ തൊട്ട് മേളിലോട്ട് എല്ലാ ഓഫീസുകളിലും പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല അനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങൾ. അവരെല്ലാം വളരെ കാര്യമായിട്ട് നമ്മളെ പ്രത്യേകം പരിഗണിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ നിൽക്കുന്ന വീട് രാജേന്ദ്രൻ്റെ വീടാണ്. 35 വർഷമായിട്ട് ഇവർ പുറമ്പോക്ക് സ്ഥലത്ത് താമസിക്കുകയാണ്. ചെറിയൊരു കുടിലായിരുന്നു. ഞാനിതൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കണ്ടതാണ്. രാജേന്ദ്രൻ്റെ മൂത്ത മകൾ രാജലക്ഷ്മി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉടനെ അരയുടെ താഴ്വശം വെച്ച് തളർന്നു പോയത് ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകളെ ചികിത്സിക്കുന്നതിനായിട്ടുള്ള സാമ്പത്തികമൊക്കെ ഒരുപാട് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഭവനം പണിയുന്നതിനായിട്ട് ഒരുങ്ങിയ സമയത്ത് ചില നിയമ തടസ്സങ്ങളുണ്ടാകുകയും ഭവനം പണിയാനായിട്ട് തടസ്സങ്ങളുണ്ടായതനുസരിച്ച് ഞാൻ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനെ പോയി കാണുകയും അദ്ദേഹം അവിടെ പണി ചെയ്യുന്നതിനായിട്ട് ചെങ്ങന്നൂർ RDOയ്ക്ക് നിർദ്ദേശം കൊടുത്ത് RDO വന്ന് സ്ഥലം സന്ദർശിച്ച് ആ സ്ഥലം അവർക്ക് പണിയുന്നതിനായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചു തരികയും അവിടെ പണി തുടങ്ങുകയും ചെയ്തു. അത് മുഖാന്തരം ആ സൈഡിൽ കിടന്ന 5 വീട്ടുകാർക്ക് 35 വർഷമായിട്ട് പട്ടയം കിട്ടാതെ ഇരുന്ന സ്ഥലമായിരുന്നു. അവർക്ക് പട്ടയം കിട്ടുവാനായിട്ട് ദൈവയിടയാക്കി. ചേട്ടാ, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏറ്റവും എളിയവനായ എന്നെ കൊണ്ട് ദൈവത്തിന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടും ദൈവത്തിന് ഇതിനേക്കാളിലും വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ചെറിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് വിശ്വാസം അർപ്പിച്ച് സമൂഹത്തിലെ ചെറിയൊരു പതിപ്പായിട്ട് നിൽക്കുക. നല്ലവനായ ദൈവം നിങ്ങളെ പതുക്കെ ഉയർത്തും.
ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായി നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കും എന്നുള്ള വചനം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ഇല്ലായ്മയിലും ദൈവത്തെ അറിയുകയും ദൈവത്തിനു വേണ്ടി വേല ചെയ്യുകയുമാണ് റജി. ഭാര്യയും മകനും റജിയുടെ പ്രവർത്തനങ്ങൾക്കു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന റജി സംഭാവനകൾ തന്നവർക്ക് അതിൻ്റെ ഓരോ കോപ്പിയും നൽകുന്നു. മകൻ്റെ പഠനത്തിനും വീട്ടിലെ ആവശ്യങ്ങൾക്കും മറ്റുമായി ഒരുപാട് പണം ആവശ്യമുള്ളപ്പോഴും സംഭാവനയായി കിട്ടുന്ന പണത്തിൽ നിന്നും 1 രൂപ പോലും സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ല എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. സഹായം അർഹിക്കുന്നവരെ കണ്ടെത്തിയാൽ റജി തൻ്റെ പള്ളിയിലെത്തുകയും അവരെ ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നീട് തൻ്റെ സുഹൃത്തുക്കളോട് ആവശ്യം പറയുകയും അവർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. റജി ഏതാവശ്യത്തിന് ഞങ്ങളെ സമീപിച്ചാലും അതിനെല്ലാം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ തകർന്നു പോകുന്ന ദൈവവിശ്വാസത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങളുടെയും ശക്തമായ ഒരു തിരിച്ചുവരവായി ഈ സമൂഹം മാറുന്നു. തൻ്റെ കുടുംബത്തിനു വേണ്ടി ടാക്സി ഓടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത ഒന്ന് മാത്രമാണ്: ഒരാത്മാവ് പോലും ദൈവത്തെ അറിയാതെ നഷ്ടപ്പെട്ടു പോകരുത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ റജി തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചപ്പോൾ അതിലൂടെ അനേകർക്ക് ദൈവത്തെ ദർശിക്കുവാൻ സാധിച്ചു. ഈശോയുടെ ആൾക്കാർ വെച്ചു തന്ന വീട്ടിൽ മാത്രം കിടന്ന് മരിച്ചാൽ മതി എന്ന് വാശി പിടിച്ച അക്രൈസ്തവയായ ആ അമ്മച്ചിയും നല്ലൊരു ജീവിതം മുൻപിൽ കാണാൻ കഴിയാതിരുന്ന സൗമ്യ എന്ന പെൺകുട്ടിയും ഇവർ ഒരുക്കുന്ന പുൽക്കൂട്ടിലെ അംഗങ്ങളാണ്. ഏറെ നിർബന്ധിച്ചപ്പോൾ മാത്രം ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയ റജിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി കഴിഞ്ഞ് താക്കോൽ ചടങ്ങിന് ഈശ്വര പ്രാർത്ഥനയായിട്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന പാട്ടാണ് എല്ലാ ഭവനങ്ങളിലും പാടുന്നത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ